മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ഒന്നും അംശം വറ്റിപ്പോയിട്ടില്ല. അതല്ലെങ്കിൽ അതെല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന് ഓരോ വാർത്തകളും നമുക്ക് തെളിയിച്ച് കാണിച്ചു തരുമ്പോൾ ഷിരൂർ കൂടി ഓർമ്മയിലേക്ക് എത്തുകയാണ്. ആ ഷിരൂർ ദുരന്തത്തിന് മണ്ണിനടിയിൽപ്പെട്ട് നമ്മുടെ സഹോദരൻ അർജുൻ മരിച്ചിട്ട് എന്ന് പറയാൻ ആകില്ല. മണ്ണിനടിയിൽ ആ ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം തികയാണ്, ഒരാണ്ട് തികയാണ്. ഒരാണ്ടിനിപ്പുറവും എന്തായിരുന്നു മലയാളികളുടെ കരുത്ത്, മലയാളികളുടെ സ്നേഹം എന്തായിരുന്നു? 72 ദിവസമാണ് കർണാടകയിലെ ദേശീയപാതയിൽ മണ്ണിനടിയിൽ അർജുനായി കേരളക്കര ഒന്നടങ്കം കൈകോർത്ത് പിടിച്ച് മനസ്സു ചേർത്ത് വെച്ച് അർജുനായി തെരച്ചിൽ നടത്തിയത്. ആ 72 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് അർജുൻ്റെ ശരീരഭാഗങ്ങളും ട്രക്കിൻ്റെ ഭാഗങ്ങളും ഒക്കെ കണ്ടെടുക്കാനായത്. ആ 72 ദിവസവും നമ്മൾ കാണിച്ചത്, ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മാതൃക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും ഒരു വെളിച്ചം തന്നെയായിരുന്നു, സ്നേഹദീപം തന്നെയായിരുന്നു ലോകത്തിന് മുന്നിൽ തിരിതെളിച്ചു വെച്ചത്. നമ്മുടെ സഹോദരനായി ലോകം മുഴുവൻ ഒന്നടങ്കം പ്രാർത്ഥനയിലും അവരെ തിരിച്ചു കിട്ടട്ടെ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിലൊരു മിറാക്കിൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചും പ്രത്യാശിച്ചുമായിരുന്നു ആ 72 ദിവസങ്ങൾ നമ്മൾ കഴിച്ചു കൂട്ടിയത്. അതിൻ്റെ ഓർമ്മയിലേക്കാണ് ഷിരൂർ ദുരന്തത്തിന് ഇന്നേക്ക് ഒരാണ്ട്. കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം. കർണാടക ദേശീയപാത 66-ലുണ്ടായ മണ്ണിടിച്ചിൽപ്പെട്ട മലയാളിയായ അർജുനു വേണ്ടി 2.5 മാസമാണ് മലയാളക്കരയൊന്നാകെ കാത്തിരുന്നത്. കേരള സർക്കാരും മാധ്യമങ്ങളും നിരവധി മനുഷ്യരും നടത്തിയ തുടർച്ചയായ ഇടപെടലിനൊടുവിലാണ് 72-ാം നാളിൽ അർജുൻ സഞ്ചരിച്ച ട്രക്കും അർജുൻ്റെ മൃതദേഹവും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. മലയാളികളുടെ കണ്ണുനീരെന്ന പോലെ കർണാടക ഷിരൂരിലെ ദേശീയപാത 66-ൽ ഗംഗാവാലി പുഴയോരത്ത് ഒരു വർഷം മുമ്പ് ഇടതടവില്ലാതെ മഴ പെയ്തിറങ്ങിയ നാളുകൾ. ഒരു വർഷം മുമ്പ് നടന്ന വലിയ ദുരന്തത്തിന്റെ ഭീതിയൊഴിയാതെ ഒഴുകുകയാണ് ഗംഗാവാലി. ജൂലൈ 16 ഉത്തര കന്നഡ ജില്ലയിൽ അങ്കോളക്കടുത്തുള്ള ഷിരൂരിൽ ദേശീയപാത 66-ൽ രാവിലെ 8:30യോടെയാണ് കൂറ്റൻ മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്തുള്ള ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കടയും സമീപത്ത് നിർത്തിയിട്ട വാഹനങ്ങളുമെല്ലാം മണ്ണിടിച്ചിലിനൊപ്പം ഗംഗാവാലി പുഴയിൽ പതിച്ചു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുനും അപകടത്തിൽപ്പെട്ടതായി മണ്ണിടിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പുറം ലോകമറിഞ്ഞത്. അർജുനെ തേടി 2-ാം നാൾ ഷിരൂരിലെത്തിയ കുടുംബാംഗങ്ങളും ട്രക്കുടമയും രക്ഷാപ്രവർത്തനം നടത്താത്ത കർണാടക സർക്കാരിന്റെ അനാസ്ഥ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞതോടെ കേരള സർക്കാർ നേരിട്ടിടപെട്ടു. 4-ാം ദിനം കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഷിരൂരിലെത്തുമ്പോൾ കണ്ടത് അനാസ്ഥയുടെ നേർക്കാഴ്ച. ഈശ്വർമാൽപേക്ക് ഈ CP4-ൽ പരിശോധന നടത്തുന്നതിന് അനുമതി നൽകിയിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 4 കിലോമീറ്ററോളം മാറിയുള്ള ഒരു സ്ഥലത്താണ് ബാരിക്കേഡ് വെച്ച് ഇവിടെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും എല്ലാം തന്നെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് ബന്ധപ്പെട്ടതോടെ 5-ാം നാളാണ് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായത്. അടുത്ത ദിവസങ്ങളിൽ സൈന്യവും നാവികസേനയും എല്ലാം തെരച്ചിലിനെത്തി. റഡാറിൽ ലോഹസാന്നിധ്യം തിരിച്ചറിഞ്ഞ കരയിലടിഞ്ഞ് മണ്ണ് നീക്കി തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തെരച്ചിൽ ഗംഗാവാലി പുഴയിലേക്കും വ്യാപിപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും ഉടുപ്പിയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർമാൽപയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും തെരച്ചിലിനൊപ്പം ചേർന്നു. ഒരു ഘട്ടത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കാനിരുന്നപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിൽ നേരിട്ടെത്തി കൂടുതൽ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടു. കേരള സർക്കാർ രക്ഷാപ്രവർത്തനം നേരിട്ട് വിലയിരുത്തുന്നതിനായി ജനപ്രതിനിധികളെ മുഴുവൻ സമയവും ഷിരൂരിൽ നിയോഗിച്ചു. ആദ്യഘട്ട തിരച്ചിൽ ജൂലൈ 28-ന് അവസാനിപ്പിച്ചു. ഓഗസ്റ്റ് 13-ന് ആരംഭിച്ച 2-ാം ഘട്ട തിരച്ചിൽ ഓഗസ്റ്റ് 17-ന് അവസാനിപ്പിച്ചു. പിന്നീട് ഡ്രഡ്ജർ എത്തിച്ച് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടത്താൻ തീരുമാനം. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് 3-ാം ഘട്ട തിരച്ചിൽ സെപ്റ്റംബർ 20-ന് ആരംഭിച്ചു. ഡ്രഡ്ജറിലെ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ 6-ാം നാൾ സെപ്റ്റംബർ 25-ന് ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധർക്ക് അർജുന്റെ ട്രക്കിനെ കുറിച്ചുള്ള നിർണായക സൂചനകൾ ലഭിച്ചു. ഒടുവിൽ അപകടം നടന്ന 72-ാം നാളിൽ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുന്റെ ട്രക്ക് ഉയർത്തി. പരിശോധനയിൽ അർജുന്റെ മൃതദേഹം ട്രക്കിനകത്ത് നിന്ന് കണ്ടെത്തി. അർജുനും ലക്ഷ്മണ നായിക്കിന്റെ കുടുംബവുമടക്കം 11 പേരാണ് മരിച്ചത്. ദുരന്തത്തിൽ കാണാതായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല.
2.5 മാസം നീണ്ട രക്ഷാദൗത്യത്തിൽ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്ന കേരള കർണാടക സർക്കാരുകൾ, കണ്ണും നട്ട് കാത്തിരുന്ന ജനലക്ഷങ്ങൾ, അവസാന നിമിഷം വരെ തുടർന്ന മാധ്യമ ജാഗ്രത, സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിന്റെ കണ്ണീർ നനവുള്ള ഓർമ്മയാണ് ഷിരൂർ. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.